വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു ഹാപ്പി ആയി. ഇന്ന് ഞാൻ എൻ്റെ ജേർണൽ ബുക്കാണ് കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾ അത് കണ്ടിട്ടുണ്ടാവും. ആ ജേർണൽ ബുക്ക് ഒരു പർപ്പിൾ കളർ ഞാൻ ഉണ്ടാക്കിയതിൽ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ ഉണ്ടാക്കിയ ബുക്കിൽ ഞാൻ തന്നെ ജേർണൽ ചെയ്തു. അപ്പോൾ നമുക്ക് ആ ബുക്ക് കാണണ്ടേ, ആദ്യം നമുക്ക് ആ ബുക്ക് എടുക്കാം. ഇതാണ് നമ്മളെ ക്യൂട്ട് ബുക്ക്. ഭയങ്കര ഇഷ്ടമാണ്. മൈ ഫേവറേറ്റ്. ഞാൻ ഉണ്ടാക്കിയ ഏറ്റവും ഫേവറേറ്റ് ബുക്കാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് ജേർണൽ അല്ല കേട്ടോ. ഫസ്റ്റ് മൈ ജേർണൽ ബുക്ക് ഗൈസ്. മൈ നെയിം, ക്ലാസ്, ഡിവിഷൻ, റോൾ നമ്പർ ഒക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ ഫസ്റ്റ് ജേർണൽ ബുക്ക്. ഇനി ഞാൻ ഒന്നിനും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കസിനാണ് ആ ബുക്കിൽ ചെയ്തത്. ഞങ്ങൾ കോമ്പറ്റീഷൻ നടത്തിയിരുന്നു. കോമ്പറ്റീഷൻ ഞാൻ പറയാം, ഞാനാണ് ജയിച്ചത്. എൻ്റെ അമ്മേനെ ഇത് നമുക്കറിയില്ല ഞങ്ങൾ ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റ് ജേർണൽ. ഇത് എനിക്ക് അറിയാത്തൊരു ടൈമിൽ ഞാൻ ചെയ്തതാണ് ഗൈസ്. എനിക്കിഷ്ടമായിരുന്നു ജേർണൽ ചെയ്യാൻ. ഇത് ഞാൻ വരച്ചെടുത്ത ഒരു പേപ്പർ ഇവിടെ ഒട്ടിച്ചു. ഇത് ഞാൻ വരച്ചെടുത്തത്. ഇത് ഞാൻ വരച്ചത് ഇത് സ്റ്റിക്കേഴ്സ്. ഇത് ഈ ഒരു പൂ ചെറുതായിട്ടൊന്ന് കാണുന്നുണ്ടോ, അത് ഞാൻ ഉണ്ടാക്കിയ പേപ്പറിൽ ഞാനൊരു ഗുഡ് ഡേ എന്ന് വരും. പിന്നെ ഒരു ഗേൾ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ജേർണൽ ഗൈസ്. ഇനി നമുക്ക് അടുത്ത ജേർണലിലേക്ക് പോകാം. നെക്സ്റ്റ് ജേർണൽ ഞാനൊരു കളർ വൈസ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രീൻ ജേർണൽ. ഇത് ഞാൻ വരച്ചെടുത്തു. ഇത് ഞാൻ വരച്ചെടുത്തു. ഇതിൽ നൈസ് ഡേ എന്ന് എഴുതി. അതേപോലെ സ്റ്റിക്കർ വെച്ചിട്ട് ഒട്ടിച്ചു. അതേപോലെ ഇവിടെ ഇത് സെയിം പാറ്റേണിലാട്ടോ ഞാൻ ചെയ്തിട്ട്. എനിക്കൊരു ഐഡിയ ഒന്നും കിട്ടാത്തൊരു ടൈമിൽ ഞാൻ ചെയ്തതാണ്. അതുകൊണ്ടാണ് ഇത് ഗൈസ് വെള്ളം പോയിരുന്നു. അതുകൊണ്ട് ഗൈസ് ഇതൊക്കെ ഇഷ്ടമായിട്ട് എന്നാലും ഒട്ടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ തേർഡ് ജേർണൽ ഗൈസ്. ഞാൻ 8 ജേർണലാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഞാനിങ്ങനെ വരച്ചിട്ട് ഞാൻ വെള്ളം പോയി പറഞ്ഞില്ലേ, അപ്പോൾ അവിടെ ഇങ്ങനെ സ്പ്രെഡായപ്പോൾ ഞാൻ ഇതൊരു ഡിസൈൻ ആക്കി. അതേപോലെ ഞാൻ പറഞ്ഞില്ലേ കസിനൊപ്പം കോമ്പറ്റീഷൻ ചെയ്തത്, അത് ഈ ജേർണലായിരുന്നു. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ ഒട്ടിച്ചു. പൂവുള്ളത് ഇങ്ങനെ ഒട്ടിച്ചു. അതേപോലെ ലിയാന്ന് എഴുതിയിട്ടുള്ളത് ഇത് ഒട്ടിച്ചു. ഇങ്ങനെ ഇങ്ങനെയുള്ള ആ ഷേപ്പിൽ ഇങ്ങനെ ഒട്ടിച്ചു. പിന്നെ 2 കുട്ടികളുണ്ട്. ഓക്കെ, ഇത്രയൊക്കെയുള്ളൂ ഈ തേർഡ് ജേർണൽ. അപ്പോൾ നമുക്കിനി ഫോർത്ത് ജേർണലിലാണ് എനിക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടി തുടങ്ങിയത്. ഇതാണ് നമ്മളെ എത്രയും ഫോർത്ത് ജേർണൽ ഗൈസ്. ഫേവറേറ്റ് ജേർണൽ ഇഷ്ടമാണ് എനിക്ക്. ഈ 4 എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ജേർണലാണ്. അതേപോലെ പർപ്പിളും എനിക്ക് ഇഷ്ടമായി. അപ്പോൾ ഇത് ഞാനിങ്ങനെ നല്ല ഗ്ലിറ്ററി ആയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ള ഗ്ലിറ്റർ പേപ്പറാണ്. ഇങ്ങനെ ഒരു സാധനം കൊടുത്തു. അതിൻ്റെ മേലെ കൂടി ഇങ്ങനത്തെ ഒരു വരവരുള്ളത് കൊടുത്തു. അതേപോലെ ഒരു ബോർഡ് നമ്മൾ പിക്ചർക്ക് പെയിൻറ് ചെയ്യില്ല, അങ്ങനത്തെ ഒരു ബോർഡ് കൊടുത്തു. അതിൽ ലിയാന്ന് എഴുതി ഒരു സ്റ്റിക്കർ. പിന്നെ ഇവിടെ ഒരു സ്റ്റിക്കർ, ഇവിടെ ഒരു സ്റ്റിക്കർ. അതേപോലെ ഇവിടെ കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുത്തു. പിന്നെ അങ്ങനെ ഒരു സാധനം ഒട്ടിച്ചിട്ട് നമ്മൾ ആയിഷ എന്ന് എഴുതി കൊടുത്തു. ഈ ആയിഷ ലിയാണ്. അപ്പോൾ അതേ ഇവിടെ ഒരു പെൻഗ്വിൻ ഒട്ടിച്ചിട്ടുണ്ട്. പെൻഗ്വിനില്ലേ? പെൻഗ്വിൻ തോന്നും. അപ്പോൾ ആണിട്ടോ. അപ്പോൾ നമുക്ക് ഇനി 5th ജേർണലിലേക്ക് പോവാം. അവിടെ നിന്ന് കുറച്ചും കൂടി ഐഡിയ കിട്ടി തുടങ്ങി. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിലാണെങ്കിൽ ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. ഈ 8 എണ്ണത്തിലും കൂടുതൽ ഇഷ്ടമായത്. ഇപ്പോൾ 5ാമത്തെ 6ാമത്തെ 5ാമത്തെ ഗൈസ്. അപ്പോൾ 5ാമത്തെ 5 ജേർണൽ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഇത് എനിക്ക് കുറച്ചും കൂടി ഇങ്ങനത്തെ ഞാൻ വരയ്ക്കേണ്ടി വന്നില്ല. അതിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഡോട്ട്സ് കൊടുത്തു. അതേപോലെ സ്റ്റിക്കറാണ് ഗൈസ്. അതേപോലെ ഇങ്ങനത്തെ ഒരു ഇത് കൊടുത്തു. ഈ ഒരു ഇത് വരച്ചു. ഇതെടുത്തു വരച്ചിട്ട് ഇതിനെ അണ്ടർലൈൻ ചെയ്തു. ഇത് ഞാൻ ഉണ്ടാക്കി. നല്ല സ്റ്റിക്കർ ഒട്ടിച്ചു. പിന്നെ ഇവിടെ ഒരു ഇത് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു നമ്മുടെ ഇങ്ങനെ കുത്തി ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുന്നൊരു പോലെ നമ്മൾ ഇങ്ങനെ ഒരു പേപ്പേഴ്സിലൊക്കെ കട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വര പിന്നെ അത് കൊടുത്തു. പിന്നെ ഗുഡ് നൈറ്റ് കുറച്ച് രാത്രി ഞാൻ ചെയ്തത്. എൻ്റെ ഫ്രണ്ട്സ് ചോദിച്ചു ഈ എന്താ രാത്രി ചെയ്തതാണോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജേർണലാണ് ഗൈസ്. ഇതെന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ ഫേവറേറ്റ് ജേർണലാണ് ഈ ബുക്കത്തെ. ഇതിൻ്റെ ഫേവറേറ്റ് ജേർണലാണെങ്കിൽ ഇത് ഞാനിവിടെ ഇങ്ങനെ കൊടുത്തു. ഇതിങ്ങനെ കൊടുത്തു. ഇങ്ങനെ 2 ലവ് വരച്ചു ഒട്ടിച്ചു. അതേപോലെ ഇങ്ങനത്തെ ഒരു സ്ട്രോബെറിയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ നല്ല രസമുള്ള എന്തോ ഒരു ഫ്രൂട്ട് ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ എടുത്തൊട്ടിച്ചു. അവിടെ ഇത് ഞാൻ ഉണ്ടാക്കി. സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു. ഇതുമ്പോൾ ഞാൻ ഇങ്ങനെ എനിക്ക് യെല്ലോ കളർ തന്നെ ഉള്ളൂ ഗ്ലിറ്റർ പേപ്പർ. അതേപോലെ ബ്ലൂവും ഇതുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ ഇതിൻ്റെ മേലെ കൂടെ സ്കെച്ച് കൊണ്ട് വന്നു. പക്ഷെ അതൊന്നും അപ്പോൾ പോയി ഗൈസ്, അധികം കാണുന്നില്ല. ഇത് റെഡ് തീം, ഇത് എനിക്കറിയാലോ പിങ്ക് തീം, അതേപോലെ ഇത് യെല്ലോ തീം അങ്ങനെ ഉണ്ട്. പിന്നെ പർപ്പിളും ഉണ്ട്. അതേപോലെ ഗ്രീന്, പിന്നെ ബ്ലൂ. ഇനി അടുത്തത് നമുക്ക് ഓറഞ്ചിലേക്ക് വരാം. ഓറഞ്ച് ഞാൻ
കുറച്ചും കൂടി എൻ്റെ ബുക്ക് എടുത്ത് ഒട്ടിച്ച കാര്യമാണ് കേട്ടോ. എടാ ഇത് ജേണലിന് എനിക്കറിയുന്ന പോലത്തെ ജേണൽ. അപ്പോൾ ഇത് നമ്മുടെ ഓറഞ്ച് തീമാണ്. ഇത് ഞാൻ കട്ട് ചെയ്തു, ഇത് ഞാൻ കട്ട് ചെയ്തു, ഇത് ഞാൻ കട്ട് ചെയ്തു, ഇത് ഞാൻ കട്ട് ചെയ്തു, ഇത് കട്ട് ചെയ്തു, ഇത് രണ്ടും കട്ട് ചെയ്തു, ഇത് കട്ട് ചെയ്തു, ഇത് കട്ട് ചെയ്തു, ഇത് കട്ട് ചെയ്തു, ഇത് കട്ട് ചെയ്തു. മൊത്തം ഏകദേശം ഇത് ഞാൻ ഉണ്ടാക്കി, ഇത് ഞാൻ ഉണ്ടാക്കി, ഒട്ടിച്ചൊക്കെ ചെയ്തു. ഇതിലധികം സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ടില്ല, ഞാൻ വെട്ടിയത് ഇതാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ലാസ്റ്റ് ജേണലിലേക്ക് പോവാം ഗൈസ്. ജേണൽ ചെയ്യാനായി. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ലാസ്റ്റ് ജേണലിലേക്ക് പോവാം. ഇത് ഒരു ബ്ലാക്ക് തീമാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ ചെറുതായിട്ട് കളർഫുൾ ആയോ എന്ന് സംശയം. നമുക്ക് കാണിച്ചാൽ ഇതാണ് എൻ്റെ ലാസ്റ്റ് ജേണൽ ഗൈസ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം കൊടുത്തു, അതേപോലെ ഇതൊരു എടുത്തു, ഇങ്ങനെ ന്യൂസ് പേപ്പറിനെ കട്ട് ചെയ്തിട്ട് അതിന് കുറച്ച് റൗണ്ട് കൊടുത്തു. ഇത് ഇങ്ങനത്തെ സ്റ്റിക്കർ ഒട്ടിച്ചു, ഇത് സ്റ്റിക്കർ, ഇത് സ്റ്റിക്കർ, ഇത് സ്റ്റിക്കർ. പിന്നെ മറ്റേ റെഡ് നമ്മൾ ചെയ്തിട്ടില്ലേ, റെഡിലല്ല, സോറി ഇതിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇത് എന്താണെന്ന് പോലും എനിക്കറിയില്ല, എന്നാലും ഞാൻ എന്തൊക്കെയാണ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇതെന്താണ് വെച്ചാൽ ഞാൻ എന്തോ ഒരു ഷേപ്പ് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു സാധനം കിട്ടി. അപ്പോൾ ഞാൻ അതിമ്മ കൂടെ അങ്ങനെ വരും ഡിസൈൻ ആക്കി. ഡിസൈന് അത്രയ്ക്ക് രസമില്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഇങ്ങനത്തെ ഒരു വലുത്, അതിൻ്റെ ചെറുത്, അതിന് ചെറുത്, അതിൻ്റെ ചെറുത്, അതിന് ചെറുത്, അങ്ങനെ കൊടുത്തു. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ ലാസ്റ്റ് ജേണൽ. പിന്നെ എൻ്റെ ബുക്ക്. അപ്പോൾ ഈ ഒരു വീഡിയോ എനിക്ക്